ആജ്ഞ ഗുഡ് മോർണിംഗ്. ഇനിയുള്ള കച്ചിത്തുരുമ്പ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയിലേക്കുള്ള മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ഹൈക്കോടതിയിലാണ് ഇനി ഒരു പ്രതീക്ഷയുള്ളത്. അത് എത്രത്തോളം ആ കേസ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുടെ കോടതി തള്ളിയ സാഹചര്യത്തിൽ അതിനെ നമ്മൾ എത്രത്തോളം പ്രതീക്ഷയോടെ കാണേണ്ടതുണ്ട്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി ഇന്ന് കൊച്ചിയിൽ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ CPM ഇതിനെ CPM പറയേണ്ട ചില മറുപടികൾ കൂടി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടി ആ വിശദാംശങ്ങൾ കൂടി. കഴിഞ്ഞ ദിവസം ലൈംഗിക അതിക്രമം മാത്രമല്ല, അതിന്റെ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക അതിക്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പെൺകുട്ടിയും തമ്മിൽ ഉണ്ടായത് എന്നുള്ള കാര്യം സ്ഥാപിച്ചെടുക്കാൻ ഇന്നലെ കോടതിയിൽ ശ്രമിച്ചിരുന്നെങ്കിലും അത് സാധ്യമായ സാഹചര്യമില്ല. മാത്രമല്ല, അധികാരവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് തെളിവ് നശിപ്പിക്കലും ഈ അതിഥിയെ ഭീഷണിപ്പെടുത്തലുമുള്ള നീക്കങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് കോടതി ഇന്നലെ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ വ്യക്തമാക്കിയത്. ആ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഹൈക്കോടതിയിലും ഉള്ളത്. എന്നിരുന്നാലും അശ്വതി സൂചിപ്പിച്ചതുപോലെ അവസാനത്തെ കച്ചിത്തുരുമ്പ് എന്നുള്ള നിലയിലാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ 9 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. അതേസമയം ഇന്നലെ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള ഒരു അഭ്യൂഹം ഇന്നലെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്നുള്ള വിവരമായിരുന്നു ലഭിച്ചത്. പക്ഷേ കസ്റ്റഡിയിൽ എടുത്തില്ല. അതേസമയം പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലെ ജീവനക്കാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്തു വരുന്ന സാഹചര്യമുണ്ട്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നതിന് രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡി എടുക്കുക എല്ലാ പ്രൊവിഷനും കോടതി അനുവദിച്ചിട്ടുമുണ്ട്. അതായത് അറസ്റ്റ് തടയുന്ന സാഹചര്യം നിലവിൽ കോടതിയുടെ ഭാഗത്തുനിന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് എടുക്കുക എല്ലാ പ്രൊവിഷനും കോടതി അനുവദിച്ച് നൽകിയിട്ടുമുണ്ട് പോലീസിന്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് 10:15 ശേഷമായിരിക്കും ജാമ്യ ഹർജി പരിഗണിക്കുക. അതിനു മുൻപും അറസ്റ്റിലാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഈ അവസാന നിമിഷത്തെ ഇടപെടൽ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അവസാന പ്രതീക്ഷ എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കോടതിയിൽ ഹാജരാകുന്ന സാഹചര്യമാണ്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിഭാഷകൻ ഹാജരാകുന്ന സാഹചര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും മുൻകൂർ ജാമ്യത്തിൽ. അതേസമയം അശ്വതി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയെ ഇന്ന് കൊച്ചിയിൽ മീറ്റ് ദ പ്രസ് മുഖ്യമന്ത്രി സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സ്വർണ്ണക്കൊള്ള, രാഹുൽ മാങ്കൂട്ടത്തിൽ, അതുപോലെ മുഖ്യമന്ത്രിക്കെതിരായുള്ള ED നോട്ടീസ് തുടങ്ങിയ വിഷയങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ നേരിട്ട് കാണുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് മുഖ്യമന്ത്രി മീറ്റ് ദ പ്രസ് വിളിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരെ പരാതി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കാണ്. അത് മാത്രമല്ല, മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഈ പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ, പ്രത്യേകിച്ച് സ്വർണ്ണക്കൊള്ളയുണ്ട്, അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമുണ്ട്, മറ്റൊന്ന് ED നോട്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമോ, അത്തരം കാര്യങ്ങളിൽ മറുപടി ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി 11 മണിക്കാണ് മീറ്റ് ദ പ്രസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് തൃശൂർ, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലൊക്കെ മീറ്റ് ദ പ്രസ് സംഘടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് 11 മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉയർന്നു വരുന്ന അല്ലെങ്കിൽ വിമർശനം സർക്കാരിനെതിരെ, പോലീസിനെതിരെയൊക്കെ ഉയർന്നു വരുന്നത് ഈ 9ാം ദിവസവും ഒരു MLA ആണ് പിടികൂടാനാകാത്തത്, നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത് എന്നുള്ളതാണ്. അതിൽ മുഖ്യമന്ത്രി എന്ത് മറുപടി പറയുമെന്നുള്ളത് ഉറ്റുനോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അശ്വതി, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യം എടുക്കാനുള്ള എല്ലാ സാധ്യതയും അതാണ്. അവിടെ മുൻകൂർ ജാമ്യം എടുക്കാനുള്ള ഈ സാധ്യത എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാധാരണക്കാരനല്ല, ഒരു MLA ആണ് ഇത്രയും ദിവസങ്ങൾ ഒളിവിൽ കഴിയുന്നത് എന്നുള്ളതാണ്. കേരളത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടും ഇന്നലെ ഇത്രയധികം സന്നാഹങ്ങളുമായി പോലീസ് രംഗത്തിറങ്ങിയിട്ടും ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താനായില്ല എന്നുള്ളത് ഗൗരവമായ വിഷയമാണ്. അതിൽ മുഖ്യമന്ത്രി എന്ത് പ്രതികരണം നടത്തുമെന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങളിൽ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടാത്തത് എന്ന രീതിയിലൊക്കെയുള്ള വലിയ വിമർശനം സർക്കാരിന് എതിരെ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മുഖാമുഖം പരിപാടി വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഈ ഇരകൾ സൈബർ ആക്രമണം നേരിടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. ആ പെൺകുട്ടിയുടെ
ചിത്രവും പുറത്തേക്ക് എത്തിക്കാനുള്ള തരത്തിലുള്ള നീക്കങ്ങൾ സൈബർ ഇടങ്ങളിൽ നടക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം രാഹുൽ ഈശ്വർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചാനലുകളിലടക്കം വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതിനുശേഷം ഫേസ്ബുക്കിലൂടെയും മറ്റും അദ്ദേഹം പുറത്തുവിട്ട വിവരങ്ങൾ, ഇതൊക്കെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ജയിലിനുള്ളിലേക്കാണ്. എന്നിട്ടും വെട്ടുക്കിളിക്കൂട്ടം ഇപ്പോഴും ആ പ്രവൃത്തി തുടരുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി, ആഭ്യന്തര വകുപ്പും വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള ഈ ആരോപണങ്ങൾ ഷാഫി പറമ്പിലേക്കും എത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. രാഹുലിനെ ചേർത്ത് പിടിച്ച് ഷാഫിക്കെതിരെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഷാഫി പറമ്പിൽ എംപിക്കെതിരെ പരാതി ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് ഡിവൈഎഫ്ഐ നേതാവ് AK ഷാനിബ് പറഞ്ഞത്. മറ്റൊരു പെൺകുട്ടി പരാതിയുമായി വരാനിടയുണ്ട് എന്ന് പറയുന്നു ഷാനിബ്. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലായിരുന്നു ഷാനിബിന്റെ പ്രതികരണം. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പാലക്കാട് മുൻ MLA-യും ഇപ്പോൾ വടകര MP ആയിട്ടിരിക്കുന്ന ഷാഫി പറമ്പിലാണ്. അയാളെ അന്നും സഹായിച്ചിട്ടുള്ളത്, ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്, അയാൾക്കുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ഷാഫി പറമ്പിലാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. മറ്റു പരാതികളെ കുറിച്ചും സൂചനകൾ ഉണ്ടായല്ലോ. ഇത് മാത്രമല്ല, മറ്റു ധാരാളം യുവതികൾ, യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള പെൺകുട്ടികളും മഹിളാ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള പെൺകുട്ടികളും മറ്റ് യൂത്ത് കോൺഗ്രസിലെ തന്നെ മറ്റ് സെല്ലുകളുണ്ട്. ആ സെല്ലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകളും ഈ ഷാഫി പറമ്പിന് വളരെ കൃത്യമായിട്ട് പരാതികൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് TG സജിത്ത് ചേരുന്നത്. സജിത്ത്, ആദ്യം മുതലേ ഉള്ള ഒരു കാര്യമാണ്, പലയിടത്തു നിന്നും, അതായത് കോൺഗ്രസിനകത്ത് നിന്നുള്ള പെൺകുട്ടികൾ മുതൽ പറഞ്ഞ കാര്യമാണ്, പെൺകുട്ടികൾ വരെ പറഞ്ഞ കാര്യമാണ്, ഇതിനു മുൻപേ പരാതിയുമായി ഷാഫി പറമ്പിലിനെ സമീപിച്ചിരുന്നു, അല്ലെങ്കിൽ ഇൻഫോർമലായി പല രീതിയിൽ അറിയിച്ചിരുന്നു ഷാഫിയെ രാഹുലിന്റെ ഈ കാര്യങ്ങളെല്ലാം. എന്നിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല, ഒരു ചിരിയിൽ ഒതുക്കുകയാണ് ചെയ്തത്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായതെന്നൊക്കെയാണ്. ഇപ്പോഴും സൈബർ ആക്രമണം തുടരുകയാണ് ഇരകൾക്കെതിരെ. അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികൾ ഈ പരാതിയുമായി രംഗത്തേക്ക് വരാത്തത് എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അശ്വതി, അതുതന്നെയാണ് ഒരുപക്ഷെ കോൺഗ്രസിനെയും ഇനി അങ്ങോട്ട് കുഴയ്ക്കുന്ന പ്രശ്നം. രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയെങ്കിലും ഈ ഷാഫി രാഹുൽ കൂട്ടുകെട്ട്, അത് കോൺഗ്രസിനുണ്ടാക്കിയ വെല്ലുവിളികൾ, പുതിയ കാല പ്രതിസന്ധികൾ, നേതൃത്വത്തെ മറികടന്നുകൊണ്ട് സമാന്തരമായി ഇവർ നടത്തിയ നീക്കങ്ങൾ, ഇതൊക്കെയാണ് ഇത്തരമൊരു അവസ്ഥയ്ക്ക് ഇടവെച്ചത് എന്ന വിമർശനം സജീവമാണ്. പ്രത്യേകിച്ച് പാർട്ടിയും പാർട്ടി അണികൾക്കും അപ്പുറം ഇവർ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ ഇവരുടെ അണികളായി മാത്രം നിൽക്കുന്ന അതിൽ കുറേയധികം ആളുകൾ സൈബർ ഇടത്താണ്. ഇവർ ഒരു വലിയ ശക്തിയുണ്ട്. അത് ഷാഫിയെയും രാഹുൽ മാങ്കൂട്ടത്തെയും എതിർക്കുന്നത് ആരോ, അത് പാർട്ടി നേതാക്കളായാലും അവർക്കെതിരെ തിരിയുന്നവരുണ്ട്. ഇവർക്കെതിരെയൊക്കെയാണ് കഴിഞ്ഞ ദിവസം രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ളവരൊക്കെ അതിശക്തമായ പ്രതികരണം നടത്തിയത്. ഒരു കാര്യം വ്യക്തമാണ്, ഇവരിപ്പോഴും സജീവമാണ്. പുറത്തു വരുന്ന ചില സ്ക്രീൻഷോട്ടുകളൊക്കെ തെളിയിക്കുന്നതും അതാണ്. കാരണം ഈ ചിത്രങ്ങളൊക്കെ പുറത്തു വിട്ടുകൊണ്ട് വീണ്ടും സൈബർ ഇടത്ത് സജീവമാവുകയാണ്, സൈബർ ആക്രമണം സജീവമാക്കുന്നു ഇവരെന്നതാണ് സാഹചര്യം. അതായത് ഷാഫി പറമ്പിലിനെതിരെ വീണ്ടും ചില ആരോപണങ്ങൾ കൂടി വരുന്നു എന്നൊരു തോന്നൽ ഉളവാക്കിയപ്പോൾ അതിനൊരു പ്രതിരോധം ഉയർത്താൻ വേണ്ടിയാണോ ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ എന്നതുകൂടിയാണ് ശ്രദ്ധേയമായ കാര്യം. മുഖമില്ലാത്ത സൈബർ ആക്രമണം, മുഖമില്ലാത്തവരാണ് ഇത്തരം നീക്കം നടത്തുന്നത് എന്ന പ്രതിരോധവും പ്രതികരണവും ഒക്കെ കോൺഗ്രസ് നേതാക്കളിൽ നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും സൈബർ എടുത്ത് സജീവമാണ് ഇത്തരം ഗ്രൂപ്പുകൾ എന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചുകൊണ്ട് പ്രതികരണം നടത്തിയ ഒരു പ്രമുഖ സിനിമാ താരത്തെ നമുക്കറിയാം. ആ സിനിമാ താരത്തിൻ്റെ ആ പോസ്റ്റ് ഇന്ന് താഴെയും വന്ന് അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന കമൻറ്റുകളുണ്ട്. അതായത് ഞങ്ങളാരും പിൻവാങ്ങിയിട്ടില്ല, താങ്കൾ നൽകിയ ആ സ്നേഹത്തിന് പിന്തുണയ്ക്ക് നന്ദി പറയുന്നു, ഇനിയും ഒപ്പമുണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട്, നമ്മൾ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പിന്തുണ അവർ നൽകുന്നത്. അപ്പോൾ സൈബർ എടുത്ത് ഒരു സമാന്തര ലോകം സൃഷ്ടിച്ചുകൊണ്ട് നീക്കം നടക്കുകയാണ്. ഈ കോൺഗ്രസിന് പുതിയ കാലത്തുണ്ടായ ഈ പ്രതിസന്ധിക്ക് ആരാണ് ഉത്തരവാദി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഷാഫി പറമ്പിലിനെതിരായ ആക്ഷേപം കൂടി ഗൗരവമായി വരുന്നത്. ഇതുവരെ ഷാഫി പറമ്പിലിനെതിരെ ഇടതു സൈബർ ഇടത്തൊക്കെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കം നടത്തുന്നുണ്ട്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ എന്നതാണ് അവരുന്നയിക്കുന്ന ആക്ഷേപം. ഇത് ഇടതുപക്ഷത്ത് അല്ലെങ്കിൽ ഇടതു സൈബർ ഇടത്ത് നടക്കുന്ന ഒരു പ്രചരണത്തിനപ്പുറത്തേക്ക് കോൺഗ്രസിനകത്ത് അത് ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നതാണ് കോൺഗ്രസിലെ ഇനി വരാൻ
പോകുന്ന ഒരു പ്രതിസന്ധിക്ക് കാരണം ഒരുപക്ഷെ അതിന് വഴി വെച്ച് കൊടുത്തേക്കില്ല നേതാക്കൾ. കാരണം അത് തെരഞ്ഞെടുപ്പ് കാലത്ത് അസാധാരണമായ സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ട് അതിന് നിന്നു കൊടുക്കാതെയുള്ള ഒരു പ്രതിരോധം തീർത്തേക്കാം. പക്ഷേ ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഷാഫി രാഹുൽ മാങ്കൂട്ടം കൂട്ടുകെട്ട് അത് കോൺഗ്രസിനുണ്ടാക്കിയ വെല്ലുവിളി, അവരെയും നിയന്ത്രിക്കുന്ന ഒരു സൈബർ ഗ്രൂപ്പ്, അത് പാർട്ടിക്ക് സമാന്തരമായി മറ്റൊരു ശക്തിയായി പ്രവർത്തിക്കുന്നു. ഇതൊക്കെയാണ് കോൺഗ്രസിലെ ഒരു നീക്കം. ഇതേ നീക്കം മുന്നിൽ കണ്ടുകൊണ്ട് കൂടിയാണ് CPM-ൻ്റെയും നീക്കം. ഇന്ന് മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ നടത്തുന്ന പ്രതികരണത്തിൽ അതൊക്കെ പ്രതിഫലിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും സൈബർ എടുത്തപ്പോഴും സജീവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും അനുകൂലി. അതാണ് ശരി. TJ സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇത്തരത്തിൽ സൈബർ ഇടത്ത് വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനായി പ്രതികരിച്ച രാഹുൽ ഈശ്വർ ഇപ്പോൾ അകത്താണ്. രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. തിരുവനന്തപുരം അഡീഷണൽ CJM കോടതിയാണ് ഹർജി പരിഗണിക്കുക. നേരത്തെ സെഷൻസ് കോടതി ജാമ്യ ഹർജി തള്ളിയിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞിരുന്ന രാഹുലിനെ ഇന്നലെ വീണ്ടും തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ എത്തിച്ചിരുന്നു. സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. കേസിൽ 4ാം പ്രതിയാണ് KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ. സന്ദീപിന്റെ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കാൻ ഇരിക്കുകയായിരുന്നു. എന്നാൽ ജഡ്ജി അവധിയായതിനാൽ ആ കേസ് ഇന്ന് പരിഗണിക്കും.